രാവിലെ എണീച്ച് കണ്ണോർക്കുമ്പോഴത്തേക്കാണ് വെല്ലുമേന്റെ വീട്ടിലല്ലേ ഉള്ളേന്ന് ഓർമ്മ വരുന്നു. എണീച്ചപാട് ഏട്ടൻ പുതിയതായി തൊട്ടപ്പുറത്തെടുക്കുന്ന വീട് കാണാൻ പോയി. ഇന്നലെ വൈകുന്നേരം വരുമ്പോഴത്തേക്കന്നെ സന്ധ്യയായിന്. അതുകൊണ്ട് രാത്രി കാണാൻ പറ്റിയില്ല. എന്റെ മോനെ, ഒരു വലിയ സപ്പോട്ട മരവും അതിൽ നിറച്ചു സപ്പോട്ടയും. പക്ഷെ ആ മരം നിൽക്കുന്നത് നമ്മളെ പറമ്പിലല്ല, അപ്പുറത്തെ പറമ്പിലാ. കൂട്ടത്തിൽ ഏറ്റവും വലുത് പറിച്ചിട്ടും നല്ല പച്ചയാണ്. സാരമില്ല, നമുക്ക് അരിയിൽ വെച്ച് വേപ്പിക്കാം. താഴെ കിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതാ ഇവനുണ്ട് വടിയെല്ലാം തിന്നുന്നു. അടുക്കളയിൽ പോയി നോക്കുമ്പോ പുട്ടുമുണ്ട് വടിയുണ്ട്. ഏത് വടി കൊടുക്കാം? ഒരെണ്ണം എടുത്താൽ മറ്റേനെ വിഷമാവില്ല വെച്ചിട്ട് രണ്ടും ഓരോന്നെടുത്ത്. കറി ഉണ്ടെങ്കിലും പുട്ടിന് ബെസ്റ്റ് ഇവനാണ്. അതുകൊണ്ട് ഒരു പൂവമ്പഴം എടുത്തു. അന്റെ തീറ്റ കണ്ടിട്ട് വല്യമാരെല്ലാം ജയിക്കുന്ന ഒരാഴ്ച അവിടെ പട്ടിണിയേനു. വട തിന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതാ വരി വരിയായിട്ട് കുറെ കാക്കകൾ വന്ന് നിൽക്കുന്നു. ആ വടയിന്ന് രണ്ടു മൂന്ന് കഷ്ണം പൊട്ടിച്ചിട്ട് ചാടി കൊടുത്തു. ഞാൻ രണ്ട് കുഞ്ഞു കഷ്ണം എറിയുമ്പോഴത്തേക്ക് ഏതെന്താ പകുതി വടയിലെടുത്ത് ചാടി കൊടുക്കും. ഈ പേരും പറഞ്ഞ വട തിന്നാണ്ടിരിക്കാല. ഇനി മധുരമുള്ള എന്തെങ്കിലും കിട്ടുമെന്നോ കിട്ടുന്നതായിരിക്കുമ്പോഴത്തേക്ക് ഇന്നലത്തെ ഗണപതി ഹോമത്തിന്റെ പ്രസാദം. തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ ലോക്കോ എന്ന് പേരുള്ള ഒരു നായിയുണ്ട്. ആ ഗേറ്റ് ലോക്ക് ചെയ്തോണ്ട് ലോക്കോന്റെ കടി കിട്ടാണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് കുറച്ച് പ്രകൃതി രമണീയാവാന്ന് വെച്ചിട്ട് വയലും കരക്കേക്ക് വിട്ട് നടന്നിട്ട് വന്ന ക്ഷീണം മാറ്റി ഒരു ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി കുടിച്ച്. അപ്പോഴത്തേക്കന്നെ ഉച്ചയാവാനായിന്. പിന്നെ വേഗം ചോറും തിന്നിട്ട് ചേലയിലേക്ക് വിട്ടു. നാളെ പൊലിച്ചക്കാണ് നമ്മൾ എല്ലാരും കൂടിച്ച് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്നത്. ആടെ എത്തിയതിനു ശേഷം ഇനിയിപ്പോ വയറെല്ലാം ഫുള്ളാന്ന് കനത്തിലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് റംബൂട്ടാനും കുറച്ച് ഉറുമാമ്പഴവും കുറച്ച് മാങ്ങയും തിന്നു. ഇതെല്ലാം തിന്ന് വയറ് ഫുള്ളായോണ്ട് രാത്രി 4 ചപ്പാത്തി അതിന്റെ കറിയേ തിന്നാൻ പറ്റിയിട്ടില്ല.